ഒരു കാലത്ത് തുടർച്ചയായ ഹീറോ ഓറിയന്റഡ് സിനിമകൾക്കിടയിൽ വളരെ വിരളമായി മാത്രമാണ് സ്ത്രീപക്ഷ സിനിമകൾ കാണാൻ കഴിഞ്ഞിരുന്നത്. ജീവിതത്തിൽ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും മകൻ്റെയും സഹോദരൻ്റെയും എല്ലാം ആവശ്യങ്ങൾക്കായി നിലകൊണ്ടിരുന്ന നായകനെ പ്രണയിക്കാനും വേദനകൾ ഏറ്റുവാങ്ങാനും പ്രണയനഷ്ടത്തിൽ ആത്മഹത്യ ചെയ്യാനും വേണ്ടി മാത്രമായി ചിത്രീകരിക്കപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളാണ് ഇന്ന് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ വിമൻ ഓറിയന്റഡ് ത്രില്ലർ സിനിമയായിരുന്നു ജിതിൻ ഐസക് തോമസിന്റെ രണ്ടാം ചിത്രമായ രേഖ. റിവഞ്ച് ത്രില്ലർ കൂടിയായ രേഖയിലെ താരം വിൻസി അലോഷ്യസ് ആയിരുന്നു. ഇത്തവണത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം വിൻസിക്ക് നേടിക്കൊടുത്ത സിനിമയായിരുന്നു രേഖ. വലിയ പ്രമോഷൻ ബഹളങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാതെ പുറത്തിറങ്ങിയ സിനിമയ്ക്ക് തിയേറ്ററിൽ വിജയം നേടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ OTT റിലീസിന് ശേഷം രേഖയെയും രേഖയുടെ പ്രകടനത്തെയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. 1930-50 കാലഘട്ടത്തിലെ കൊച്ചി തുറമുഖത്തിന്റെ തൊഴിലാളി സമര ചരിത്രം പറഞ്ഞ ചിത്രമാണ് തുറമുഖം. തുറമുഖം സ്ത്രീകളുടെ സിനിമയാണ് എന്ന് പറയാം. മക്കൾ നഷ്ടപ്പെട്ട ഉമ്മമാർ തെരുവിലൂടെ കരഞ്ഞോടി വരുന്ന രംഗം മറക്കാനാവാത്തതാണ്. സാഹചര്യങ്ങളിൽ നിന്ന് കരുത്താർജിച്ച സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെയെല്ലാം അതിജീവനത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമായിരുന്നു പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഉമ്മവേഷം. സിനിമ തിയേറ്ററിലെത്തിയ നാൾ മുതൽ ഏവരും ഒരുപോലെ പരാമർശിച്ച കഥാപാത്രമായിരുന്നു പൂർണിമയുടേത്. മികച്ച നായികയാകാൻ മാത്രമല്ല മികച്ച പ്രതിനായികയാകാനും ദർശന രാജേന്ദ്രന് സാധിക്കുമെന്ന് തെളിയിക്കുന്ന ചിത്രമായിരുന്നു കൃഷാന്ത് സംവിധാനം ചെയ്ത പുരുഷപ്രേതത്തിലെ സൂസൻ. സ്ഥിരം നായിക പരിവേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സൂസൻ കയ്യടി നേടിയ മറ്റൊരു സ്ത്രീ കഥാപാത്രമായിരുന്നു. ഒരു കൊല നടത്തി അതിവിദഗ്ധമായി മറച്ചുവെച്ച് അഭിനയിക്കുന്ന, തനിക്കെതിരെ വരുന്നവരെ കൊല്ലാൻ പോലും മടിക്കാത്ത സൈലന്റായ സൂസൻ. സൂസനാണ് കഥയുടെ കേന്ദ്രം. പുരുഷപ്രേതത്തിലെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു ദർശന രാജേന്ദ്രൻ്റെത്. വിവാഹമല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിന് ഡെഡ് ലൈൻ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തന്ന കഥാപാത്രമായിരുന്നു ജിയോ ബേബിയുടെ കാതലിലെ ഓമന. തമിഴ് സൂപ്പർ സിനിമകളുടെ കൊമേഴ്ഷ്യൽ ഫോർമാറ്റുകളിൽ മാത്രം നാം കണ്ടു ശീലിച്ച ജ്യോതിക ഒരു നോട്ടം കൊണ്ടും മൗനം കൊണ്ടും പോലും ആഴമേറിയ അർത്ഥങ്ങൾ മുന്നോട്ട് വെച്ച കഥാപാത്രമായിരുന്നു. സമൂഹത്തിലെ 1000 ഓമനമാർക്ക് ഊർജം നൽകുന്ന ചിത്രമായിരുന്നു കാതൽ ദ കോർ. സത്യത്തിന്റെ വെളിച്ചത്തെ നേരിലൂടെ സംവിധായകൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുമ്പോൾ സിനിമയിലെ നായകനായ മോഹൻലാലിനൊപ്പം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് അനശ്വര രാജൻ അനശ്വരമാക്കിയ സാറ. നീതി ലഭിക്കാതെ ഇന്നും ഇരുട്ടിലിരിക്കുന്ന നിരവധി പെൺകുട്ടികളെ ഓർമ്മിപ്പിക്കുന്നതാണ് നേരെന്ന സിനിമ. അനശ്വരയുടെ കരിയറിൽ ഇതിലും മികച്ച അവസരങ്ങൾ എത്തുമായിരിക്കാം. എന്നാൽ സാറ ഉണ്ടാക്കിയ ഇമ്പാക്ട് അനശ്വര എന്ന നടിയുടെ കരിയറിനെ അടയാളപ്പെടുത്തുന്നതായിരിക്കും എന്നതിൽ സംശയമില്ല. 2024 തുടക്കത്തിൽ തന്നെ ഷോർട്ട് ഹെയറും ക്യൂട്ട് സ്മൈലുമായി മമിത എത്തി. പ്രേമല പോലെ ചിത്രത്തിലെ മമിതയുടെ റീനു എന്ന കഥാപാത്രം യുവതാരങ്ങൾക്കിടയിലെ ശ്രദ്ധ നേടി. എനിക്ക് എന്നെക്കുറിച്ച് നല്ല മതിപ്പുണ്ട് എന്ന് നായകന്റെ മുഖത്ത് നോക്കി പറയുന്ന റീനു സ്ത്രീകളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ അധികമാകില്ല. മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തിലെ യക്ഷിക്ക് അധികം സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ലെങ്കിലും അമാൽഡാലിസ് അവതരിപ്പിച്ച കഥാപാത്രം ആകർഷണീയമായിരുന്നു. യക്ഷിയുടെ തീക്ഷ്ണമായ നോട്ടവും വശ്യതയും സിനിമയ്ക്ക് മുതൽക്കൂട്ടായി. പ്രതീക്ഷകളുമായി നിരവധി സ്ത്രീപക്ഷ സിനിമകളാണ് ഇനിയും വരാനിരിക്കുന്നത്.